ഓം ഹ്രീം വിസ്ഫോടയ സ്വാഹ. ഓം ഹൈം ഹ്രീം ക്ലീം പരകർമ്മ മന്ത്രയന്ത്ര അസ്ത്രാദ ഭേദയ ഭേദയ ബന്ധന ഓടയ സ്വം ദുർഗാദേവി സ്വാഹ. ഇറങ്ങി പോവാനാ പറഞ്ഞേ. മര്യാദക്ക് ഇറങ്ങി പോകുന്നതാണ് എനിക്ക് നല്ലത്. അങ്ങനെ പോവോ സ്വാമി? അറിയാലോ എന്നെ. കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല. അവൻ എന്റെ കുട്ടിയാ, ശങ്കരനുണ്ണി. മനസ്സിലായല്ലോ? അതുകൊണ്ട് സൂര്യാസ്തമനത്തിനുള്ളിൽ സ്വയം അങ്ങ് ഒഴിയുന്നതാ നിനക്ക് നല്ലത്. സ്വയം ഒഴിയാനോ? என்ன சாமி இது? இவ்வளவு காசு பணம் செலவு பண்ணி இவ்வளவு பெரிய பூஜை எல்லாம் நடத்தி அப்படி இருந்து அவன் உடம்புல இருந்த பேய் போகாதா? എന്റെ സാറേ, ഇത് വിചാരിക്കും പോലെ ചിന്നപ്പേയല്ല, ബ്രഹ്മരക്ഷസ. നമ്മ ശങ്കുണ്ണി സാറിന്റെ ഉള്ളിൽ നിന്ന് പോകാതിരിക്കാൻ இந்த പേയ്ക്ക് പെരിയ ഇഷ്ടം. ഇത് കൂടിയേനാ അങ്ങനെയൊന്നും വിട്ടു പോയില്ല. ഈ പെയിനെ എങ്ങനെയാ സ്വാമി ഓടിക്കുക? പാവം എന്റെ ശങ്കുണ്ണി മാമ. ஏற்கனவே என் மாப்பிள்ள பெரிய சோம்பேறி. இப்போ அவன் உடம்புல பேய் வேற கூடி இருக்கிறதா நீங்க சொல்லிட்டீங்க. இதவே காரணமா சொல்லி 24 மணி நேரமும் தூங்கிக்கிட்டே இருக்கான். ഉറക്കമാണല്ലേ? ഇനിയും ഒഴിഞ്ഞില്ലെങ്കിൽ ഒറ്റ പണിയേ ഉള്ളൂ. അതെന്താ സ്വാമി? തല്ലിയിറക്കം. മാമ, നല്ല ചൂരൽ കഷായം മാമ. അയ്യോ, അത് വേണം സ്വാമി. വേണം. തല്ലി ഇറക്കിയ പോവോ സ്വാമി? പിന്നെ എത്ര പേരെ ഈ സ്വാമി തല്ലി ഇറക്കിയിരിക്കുന്നു കുടുംബത്തോടെ. ഇത് ചീള കേസ്. മനുഷ്യനെ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലേ. ஓ சாமி, அப்படின்னா டைம் வேஸ்ட் பண்ண வேண்டாம், உடனே ஆரம்பிச்சிடுங்க. തല്ലുമ്പോ വേദനിക്കോ സ്വാമി? പിന്നെ വേദനിക്കില്ല. അതിന് തല്ലുന്നത് ശങ്കുണ്ണി സാറിനെ അല്ലല്ലോ, പിശാചിനെയാ. അസമയത്ത് കൊക്കയെന്ന് പറന്നു വന്ന് സാറിന്റെ മേത്ത് കുടിയേറിയ ബ്രഹ്മരക്ഷസിനെയാ. ശരിയാക്കി തരാടാ ഞാൻ. ഞാൻ അവസാനമായി ആജ്ഞാപിക്കുന്നു. ലാസ്റ്റ് വാണിംഗ്. എന്റെ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. കേട്ടില്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ പോരെ. അപ്പൊ ബ്രഹ്മരക്ഷസും മലയാളിയാണല്ലേ? ഇംഗ്ലീഷുകാരനാണ്. അപ്പൊ നീ സംസാരിച്ചു തുടങ്ങിയല്ലേ? ഇനി വിടരുത്. ബ്രഹ്മരക്ഷസേ, സാധ്യമല്ല. ഇന്ന് തന്നെ പോണം. എത്ര മണിക്ക്? ഉടനെ. പോയില്ലെങ്കിൽ? ഇല്ലെങ്കിലോ? പിടിക്കുന്നേ. പൊക്കി വിട്. ഭൂതപ്രേത. പോകില്ല. അടിച്ചു പൊളിക്കട്ടെ സ്വാമി. பேய் போற வரைக்கும் விடாதீங்க. நல்லா அடிங்க. പോയി പ്രമേശസ് പോയി. ഇതെന്താ ഞാനിവിടെ? പൂജയോ? ലക്ഷ്മി, എനിക്കെന്താ പറ്റിയേ? മാമനെന്താ ഇവിടെ? എന്ത് പറ്റിയെന്നോ? 3 നാളെ നീ ഒരേ കിടപ്പായിരുന്നു, മൂടി പൊതിച്ചിട്ട്. അയ്യോ, ആ ഭക്ഷണം കഴിക്കാൻ മാത്രമേ എഴുന്നേക്കുമായിരുന്നുള്ളൂ. வாங்கடா போலாம். வந்த வேலை முடிஞ்சு போச்சு. മാമൻ പോണം. பெரிய போலீஸ் மாப்பிள்ள பேய் வச்சிருக்கேன்னு വഴക്കിട്ട് പോവാന്ന് തോന്നുന്നു. വിളിക്ക്. അപ്പാ, അപ്പാ, മാമാ, സാപ്പിട്ട് പോലാ. മാമാ, என்ன வண்டியா? മാമാ, പോവല്ലേ? മാമാ, അങ്കിളെ, ഞങ്ങൾ പേടിച്ചു പോയി. ഞാനും. അങ്കിൾ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അത് അപ്പൊ ഞങ്ങളുടെ കാര്യം? അങ്കിൾ, നാളെ മുതൽ ഇനി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാലോ? ഏയ്, അതൊന്നും പറയാറൊന്നും ആയിട്ടില്ല. ബാധ്യം അങ്ങോട്ട് ഒഴിഞ്ഞതല്ലേ ഉള്ളൂ. ധൈര്യമായി പൊക്കോളൂ സാറേ, ഒരു കുഴപ്പവും വരില്ല. ഓ, പറഞ്ഞാൽ വിശ്വസിക്കാം. എല്ലാ ശുഭം. ഈ ഞാനല്ലേ പറയുന്നത്. എന്നെ കൊലക്ക് ഓർക്കലോടെ കളവാ. മനുഷ്യനെ മനസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ആ സാർ, എല്ലാം ഓക്കെ ആയി സാർ. ശങ്കുണ്ണി സാർ നാളെ തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും. ഫയലുകളൊക്കെ ഞാൻ ഇന്ന് തന്നെ അവിടെ എത്തിച്ചേക്കാം. ചന്തയ്ക്ക് 2 കൊണ്ടപ്പോ ശങ്കുണ്ണി സാർ ഫ്രഷായി. നിർത്ത്. ഇത് തന്നെ അവന്റെ വർഷമാണ്. കാലിയായ വർഷം. ഇവിടെ ആരും ഇല്ലടേ. ആരാടാ? ഇയാളാ? ഒളിച്ചു കളിക്കണം. അയ്യോ, എങ്ങോട്ട് വാടാ. എന്റെ പൊന്നു സാറേ, ഒന്നും ചെയ്യരുത്. എന്റെ 2 കിണ്ണിക്കും പ്രശ്നമുണ്ട് സാറേ. ഓഹോ, ഒന്നും ചെയ്യില്ല സാറേ. അപ്പൊ പിന്നെ നിനക്കിനി അധികം ആയുസില്ലല്ലോടാ. അയ്യോ സാറേ, ശപിക്കല്ലേ. നീ എന്താ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരാത്തത്? അയ്യോ സാറേ, ഞാൻ വന്നിരുന്നു. അപ്പൊ സാർ സ്റ്റേഷനിൽ ഉണ്ടായില്ല. എന്ത് പറ്റി? അന്വേഷിച്ചപ്പോ സാറ് പിള്ളേരായിട്ട് കറങ്ങാൻ പോയേക്കണേന്ന് പറഞ്ഞു. പിള്ളേർ? ആരുടെ പിള്ളേര്? എനിക്ക് പിള്ളേരില്ലല്ലോ. അല്ല, ഈ കേസിലെ പ്രതികൾ പിള്ളേര്. എന്താ സാർ? മനു. അതെ സാർ. നിന്റെ മുഖത്തിന് ചേർന്ന പേരല്ലല്ലോടെ. എന്നാ മാറ്റാൻ സാർ, സാറിന് ഇഷ്ടമുള്ളത് ഇട്ടോ. കൊലയാളി, മർഡറോ, എങ്ങനെയുണ്ട്?
അത് കുഴപ്പമില്ല, സാറിന് ഇഷ്ടമുള്ള പേരല്ലേ. എന്നാ പറഞ്ഞോ, വള്ളി തട്ടാതെ. എങ്ങനാ നീ ആ റോയ് മാത്യുവിനെ കൊന്നത്? അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ കൊല്ലാനാ. ആ? ഞാൻ ആ കൂട്ടത്തിൽ അറിയണ ആകെ അരുണ്ണ മാത്രമാണ്. അവന്റെ വണ്ടിയൊക്കെ നന്നാക്കുന്നത് ഇവിടെയാണേ. ഓ അന്ന് രാത്രി അവന്റെ മാരുതിവ്യം കേടായെന്ന് പറഞ്ഞ് വിളിച്ചതായി പ്രശ്നമൊക്കെ. അയ്യോ, ഞാൻ ആ വണ്ടി നന്നായിക്കൊണ്ടിരിക്കുമ്പേ അവൻ എന്റെ സ്കോപ്പിയോട്ട് വിട്ടുകളഞ്ഞു സാറേ. അതല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല സാറേ. ദേ ഞാൻ ഈ പണിയണ വണ്ടിയാണ് സത്യം. അപ്പൊ ആ റോയ് മാത്യുവിന്റെ ഡെഡ് ബോഡി എങ്ങനെ നിന്റെ സ്കോർപിയോയിൽ വന്നു? എന്റെ സാറേ, ഞാൻ അവരോട് അപ്പൊ തന്നെ പറഞ്ഞതാ പോലീസിൽ അറിയിക്കാൻ. അമ്മരത് കേട്ടില്ല. എന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കണം അല്ലേ? ഉം. വിശ്വസിക്കാം. എന്നാ നീ പറ, എവിടെയായിരിക്കും ഈ കൊലപാതകം നടന്നത്? പറയട്ടെ സാറേ, ഇവര് വണ്ടിത്താവളത്തിൽ നിന്നാണല്ലോ ബോഡി കണ്ടു എന്ന് പറയണത്. അതെ. അപ്പൊ അവിടെ തന്നെ ആയിരിക്കും പണി നടന്നിട്ടുണ്ട്. എന്റെ ഈ നാക്കുണ്ടല്ല, പൊന്നാണ് പൊന്ന്, പറഞ്ഞ അച്ചട്ടാണ്. ആ വണ്ടിത്താവളം അത്ര പന്തിയുള്ള സ്ഥലമല്ലേ സാറേ, എനിക്കറിയാം. നീ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടാവും സാർ. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിനോട് വരണം, മുങ്ങിക്കളയരുത്. ഏയ് ഇല്ല സാർ. സാർ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഓവർ. അപ്പോ കയ്യിലിരിപ്പ് ശരിയല്ല. നല്ല കാശുള്ള ഫാമിലി ആണല്ലേ? പിന്നെ അവന്റെ ഫാദർ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ആ, മരിച്ചുപോയി. ഇപ്പോ സ്വത്തുക്കൾ ഭൂരിഭാഗവും റോയ് മാത്യുവിന്റെ പേരിലാണെന്നാ കേൾവി. ഈ കുത്തുകൊണ്ട നമ്പീശൻ ആളെങ്ങനാ? അയ്യോ, കുത്തൊന്നുമല്ല, ചെറിയൊരു പോറല്. ഓ, പിന്നെ ഈ നമ്പീശൻ വെറും പാവാ, ഒരു ഉറുമ്പിനെ പോലും നോക്കാത്തവൻ. പുറത്തു പറയണ്ട, ഏ? ഞങ്ങള് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ആണോ? അത് നന്നായി. പിന്നെ നമ്മുടെ പിള്ളേർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അത് അവര് പറയുന്ന കഥ കേട്ട ആരും വിശ്വസിക്കില്ല. പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവരാരും ഇങ്ങനെ ചെയ്യില്ല, പാവങ്ങളാ. എനിക്കും അങ്ങനെ തോന്നി. മറ്റൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ കോളേജിൽ ലാബിൽ നമുക്ക് സയൻസ് ഗ്രൂപ്പ് ഉള്ളതല്ലേ? എന്ത് സാർ? അല്ല, ഈ ലാബിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് അതിനൊക്കെ കൃത്യമായി കണക്കുള്ളത്. അല്ല, ഈ റോയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചതുണ്ട്. എന്തായാലും ഒന്ന് അന്വേഷിച്ചോളൂ ലാബിലെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗം. പറ്റുമെങ്കിൽ ലാബിലെ കണക്കൊന്ന് എനിക്ക് എത്തിക്കാൻ പറയൂ നിങ്ങളുടെ ലാബ് അസിസ്റ്റന്റിനോട്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. വണ്ടി എടുക്കണം. ഫോട്ടോ ഫയലിൽ. ഓക്കെ സാർ. ഹലോ, ഇങ്ങ് വന്നേ. ഈ ഫോട്ടോയിലുള്ള കുട്ടി അറിയോ? ഓക്കെ, ഇത് ഗേളി, അതാരാ? റോയുടെ ഗേൾഫ്രണ്ട്. ഈ ലാബ് അസിസ്റ്റന്റ് ആളെങ്ങനെയാ? ഏലിയ സേട്ടൻ. ആള് പാവാ, ഫുൾ ടൈം തന്നെയാ. വെള്ളം വെള്ളം. ഈ ആസിഡിനെല്ലാം കൃത്യമായ കണക്കുണ്ടോ? എന്റെ സാറേ, ആസിഡിന് മാത്രമല്ല ലാബിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുടെയും കൃത്യമായ കണക്ക് രജിസ്റ്ററിലുണ്ട്. ഇവിടെ നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോയിട്ടില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പ്. ലൂക്കോസേ, എന്നാ ഇയാളെ വിളിച്ചാ വണ്ടി കയറ്റിയിരുത്തിക്കോ. കണക്ക് കൃത്യമാണോ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞയക്കാം. ഓക്കെ സാർ. നീ കണക്ക് ഇത്ര കൃത്യമായി പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ സാർ നിന്നെ പൊക്കൂന്ന്. മോളെ ഒന്ന് വിളിച്ചേ, ഒന്ന് പുറത്തേക്ക് വരും. ഞാൻ ഡിവൈഎസ്പി ശങ്കുണ്ണി, റോയ് മാത്യു മർഡർ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ലീഡറാ. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു പള്ളിയിൽ പോയിരിക്കുകയാണെന്ന്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ബുദ്ധിമുട്ടായി കാണും അല്ലേ? കേസിൽ പ്രതിസ്ഥാനത്തുള്ള കുട്ടികളെ അറിയാലോ, പക്ഷെ അവരല്ല അത് ചെയ്തതെന്നാണ് അവരുടെ വാദം. ഗേളിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ്? ആകെ കൺഫ്യൂഷനിലാണേ. എല്ലാരും പറയുന്നൊക്കെ തന്നെയാ എനിക്കും പറയാനുള്ളത്. പക്ഷേ അരുണും ഗ്രൂപ്പ് അത് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബട്ട് മേ ബി പല പല പ്രോബ്ലംസും റോയ്ക്കുണ്ടായിരുന്നു. പ്രധാനമായും അവന്റെ ഫാമിലി ഇഷ്യൂസ്. ഫാമിലി ഇഷ്യൂസോ? അതെന്താ? ചുമ്മാ. ചെറുപ്പത്തിലെ അവന്റെ വീട്ടുകാർ അവനെ സ്നേഹിച്ചില്ല എന്നതായിരുന്നു അവന്റെ പ്രധാന പരാതി.
അവൻ വയലന്റ് ആവുന്നതും അതിനാലാണ്. കുറെ തല്ലിപ്പൊട്ടിക്കും, പിന്നെ കുറെ കരയും. പലപ്പോഴും ഞാനാണ് അവനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞാലേ അവൻ കേൾക്കുമായിരുന്നുള്ളൂ.